നമസ്കാരം. അമേരിക്കൻ സേനയെ ഇറാനികൾ കത്തിച്ചു. ആക്രമണം നിർത്തിവെച്ച ട്രംപ് പിന്തിരിഞ്ഞോടി. അമേരിക്കൻ സേന ഇറാനിൽ നിന്നും പിന്മാറിയത് എന്തുകൊണ്ട്? അവസാന നിമിഷം യുദ്ധത്തിൽ നിന്നും പിന്മാറി നയതന്ത്രത്തിന് വഴിമാറിക്കൊടുത്ത തീരുമാനത്തിലൂടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ജനതയ്ക്കും ലോകത്തിനും എന്ത് സന്ദേശമാണ് നൽകുന്നത്? യുദ്ധം ഒഴിവാക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണോ, അതോ തോറ്റുപോകുമെന്ന ഭയമാണോ? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും ശക്തവും വിനാശകാരവുമായിട്ടുള്ള സൈനിക ആക്രമണത്തിൻ്റെ നിഴലിലായിരുന്നു കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വരെ പശ്ചിമേഷ്യ കുടുങ്ങിക്കിടന്നത്. എന്നാൽ അവസാന നിമിഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്ത അടിയന്തര തീരുമാനം ലോകത്തെ വൻ യുദ്ധ ദുരന്തത്തിൽ നിന്ന് താൽക്കാലികമായിട്ടാണെങ്കിൽ കൂടിയും ഒഴിവാക്കിയിരിക്കുന്നു. തങ്ങളുടെ വിമാനവാഹിനി കപ്പലുകളും പോർവിമാനങ്ങളും സർവ്വസജ്ജമായി നിർത്തിക്കൊണ്ട് ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഹരമേൽപ്പിക്കുവാൻ അമേരിക്കൻ സൈന്യം തയ്യാറെടുക്കുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകൾ. ആഗോള സമാധാനത്തെ തന്നെ തകിടം മറിക്കുമായിരുന്ന ഈ വൻ ആക്രമണത്തിൽ നിന്നും അമേരിക്ക താൽക്കാലികമായിട്ട് പിന്മാറുകയും മധ്യസ്ഥർ വഴി ഇറാനുമായിട്ടുള്ള നേരിട്ട ഒരു നയതന്ത്ര ചർച്ചകൾ, ആ ചർച്ചകൾക്ക് വാതിൽ തുറക്കുകയും ചെയ്തിരിക്കുന്നു. കേവലം സൗഹൃദപരമായിട്ടുള്ള നീക്കമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകൾ രക്ഷിക്കുവാനുള്ള ഒരു ശ്രമമാണ് എന്നും വലിയൊരു രക്തത്തൊഴിച്ചിൽ ഒഴിവാക്കുവാനുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് ഇത് എന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് ആരംഭിക്കുന്ന ചർച്ചകളിലൂടെ ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത സുരക്ഷ ഉറപ്പാക്കുവാനും ഇറാൻ ആണവ പദ്ധതികൾക്ക് മേൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുമാണ് അമേരിക്ക പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ യുദ്ധഭീതി തടയുന്നതിൽ പശ്ചിമേഷ്യയിലെ പ്രമുഖ ഗൾഫ് രാഷ്ട്രങ്ങളായിട്ടുള്ള സൗദി അറേബ്യ, UAE, ഖത്തർ എന്നിവർ നിർണായകമായിട്ടുള്ള മധ്യസ്ഥ പങ്കാണ് വഹിച്ചത്. ട്രംപിൻ്റെ തീവ്ര സൈനിക നീക്കത്തിന് തൊട്ടു മുമ്പ് അമേരിക്കയുമായിട്ട് ആശയവിനിമയം നടത്തിയ ഈ രാജ്യങ്ങൾ കടുത്ത ഉത്കണ്ഠ രേഖപ്പെടുത്തിയിരുന്നു. മേഖലയിൽ വലിയൊരു പ്രാദേശിക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെയും എണ്ണ ഉൽപ്പാദനത്തെയും വൻതോതിൽ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ സൗദി അറേബ്യയും ഖത്തറും ട്രംപിനോട് പരമാവധി സംയമനം പാലിക്കുവാനും നയതന്ത്ര മാർഗങ്ങളിലേക്ക് തിരിയുവാനും ഉപദേശിക്കുകയായിരുന്നു. എന്നാൽ അതേസമയം UAE മറ്റൊരു വാദമാണ് മുന്നോട്ട് വെച്ചത്. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ തരത്തിലാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ പോലുള്ള ഇറാൻ്റെ ശക്തമായിട്ടുള്ള സൈനിക വിഭാഗങ്ങളുടെ ആക്രമണാത്മക സമീപനം നേരിട്ടുള്ള US സൈനിക ശക്തി ഉപയോഗിക്കാതെ മാറില്ല എന്നായിരുന്നു UAEയുടെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉറച്ച സൈനിക നടപടി വേണമെന്നവർ വാഷിംഗ്ടണിനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗൾഫ് സഖ്യകക്ഷികൾക്കിടയിലെ ഈ ഭിന്ന വീക്ഷണങ്ങളും നയതന്ത്ര സമ്മർദ്ദങ്ങളുമാണ് ഒടുവിൽ ട്രംപിനെ സൈനികമായിട്ടുള്ള നീക്കത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് തിങ്കളാഴ്ച ചർച്ചകൾക്ക് തുടക്കമിടാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉപരോധങ്ങളും സൈനിക ഭീഷണികളും ഒക്കെ വലുതായിട്ട് കടുക്കുമ്പോൾ തങ്ങളുടെ ഭാഗം ശക്തമാക്കുവാനുള്ള നീക്കങ്ങളിലാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. ഇറാൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരാക്ചി കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിലെ മേഖലയിലെ നിർണായകമായിട്ടുള്ള ശക്തികളുമായിട്ട് അടിയന്തര ഫോൺ സംഭാഷണങ്ങൾ നടത്തിയിരിക്കുന്നു. സൗദി വിദേശകാര്യമന്ത്രിയായിട്ടുള്ള പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദുമായിട്ടും പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറുമായിട്ടും അദ്ദേഹം ഉന്നതതല ചർച്ചകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഏതു തരത്തിലുള്ള ആക്രമണവും അല്ലെങ്കിൽ ശത്രുതാപരമായിട്ടുള്ള നടപടിയും സ്വയം പ്രതിരോധിക്കപ്പെടുകയും ഭയാനകവും ആനുപാതികവുമായിട്ടുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് കൂടിയുള്ള മുന്നറിയിപ്പ് അത് ഇറാൻ നൽകുകയും ചെയ്തു. അപ്പോൾ ഇതിനിടയിൽ ലോകത്തെ പ്രധാന എണ്ണ ഗതാഗത പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാൻ സമ്മതിച്ചുവെന്ന രീതിയിലുള്ള ഇസ്രായേലി മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച വാർത്തകൾ ശുദ്ധ അസംബന്ധവും അസത്യവുമാണ് എന്ന് ഇറാൻ പൂർണ്ണമായിട്ടും തള്ളിപ്പറയുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ശക്തമായ ഭാഷയിലാണ് ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമങ്ങളടക്കം വിമർശിച്ചിരിക്കുന്നത്. ഇറാൻ അമേരിക്ക തർക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിഗൂഢ ഘടകം ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കാണ്. ആഗോളതലത്തിൽ ഉപഭോഗം ചെയ്യുന്ന ക്രൂഡ് ഓയിലിൻ്റെ 5-1 കടന്നു പോകുന്നത് ഇറാൻ തീരത്തുള്ള ഈ ഇടുങ്ങിയ സമുദ്രപാതയിലൂടെയാണ്. യുദ്ധഭീതി ഉയർന്നതോടുകൂടി ഈ പാത അടച്ചിടുമെന്ന തരത്തിലുള്ള സൂചനകൾ അന്താരാഷ്ട്ര വിപണിയിൽ വൻ പ്രകമ്പനമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇറാൻ മാധ്യമങ്ങൾ ഇറാൻ കടലിടുക്ക് തുറക്കാൻ സമ്മതിച്ചായിട്ട് അവകാശപ്പെട്ടുവെങ്കിലും ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ ഇത് തള്ളിക്കളയുകയും അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെ വിമർശിക്കുകയും ചെയ്തിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുക എന്നതും ഇറാൻ്റെ ആണവ നിലപാടുകളിൽ മാറ്റം വരുത്തുക എന്നതുമാണ് വരാനിരിക്കുന്ന അമേരിക്ക ഇറാൻ ചർച്ചകളിലെ പ്രധാന ലക്ഷ്യം. ഇപ്പോൾ റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഈ മേഖലയിലെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഊന്നൽ നൽകുമ്പോൾ ഏതൊരു ചെറിയ വീഴ്ചയും ആഗോള എണ്ണവില കുതിച്ചുയരുന്നതിനും ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനുമൊക്കെ വഴി തെളിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവസാന നിമിഷം യുദ്ധത്തിൽ നിന്നും പിന്മാറി നയതന്ത്രത്തിന് വഴിമാറിക്കൊടുത്ത തീരുമാനത്തിലൂടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ജനതയ്ക്കും ലോകത്തിനും ഒരു സന്ദേശമാണ് നൽകുന്നത്. അതായത് യുദ്ധം ഒഴിവാക്കാൻ ഞങ്ങൾ തയ്യാറാണ്, എന്നാൽ തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കപ്പെടണം. എന്നാൽ ഓഗസ്റ്റ് 3, അതായത് ഇന്ന് തിങ്കളാഴ്ച ആരംഭിക്കുന്ന ചർച്ചകൾ എത്രത്തോളം വിജയകരമാകുമെന്ന കാര്യത്തിൽ ലോകത്തിന് തന്നെ വലിയ നിശ്ചയമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. US സൈന്യത്തിൻ്റെ അതിശക്തമായുള്ള സാന്നിധ്യം ഒരു വശത്ത്, മറുവശത്ത് വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാത്ത ഇറാൻ്റെ വളരെ കടുത്ത രാഷ്ട്രീയ സൈനിക നിലപാടുകളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തെയും സൗദി അറേബ്യയും വിശ്വാസത്തിലെടുത്ത് തങ്ങളുടെ പ്രതിരോധ വലയം ശക്തമാക്കാൻ ഇറാൻ ശ്രമിക്കപ്പെടുന്നു. വരാനിരിക്കുന്ന ഏതാനും ദിവസങ്ങളിലെ ചർച്ചകൾ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ മാപ്പ് തന്നെ മാറ്റി എഴുതിയേക്കാം. ലോക സമാധാനത്തിന് വഴിയൊരുങ്ങുമോ അതോ പശ്ചിമേഷ്യ വീണ്ടും വലിയൊരു ആഗോള യുദ്ധത്തിലേക്ക്
വഴുതി വീഴുമോ എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം പോലും. അമേരിക്കൻ സേനയെ ഇറാനികൾ കത്തിച്ച് ചാമ്പലാക്കുന്ന തരത്തിലേക്കുള്ളൊരു സാഹചര്യം ചിലപ്പോൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. ഈ ആക്രമണം നിർത്തിവെച്ച ട്രംപ് പിന്തിരിഞ്ഞോടുന്നത് തന്നെ ഇത് ഭയന്നിട്ടാണ്. അതായത് ഇറാനികൾ അമേരിക്കൻ സേനയെ അടക്കം കത്തിക്കുകയും പെൻറ്റഗണിൽ അഗ്നിഗോളം തീർക്കുകയും ചെയ്യുന്നുള്ള ഭയത്താൽ ട്രംപ് പിന്തിരിഞ്ഞോടുന്നു എന്നാണ് ഈ സമൂഹ മാധ്യമങ്ങളടക്കം വരുന്ന ട്രോളുകൾ.